നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ അറിവിൻ്റെയും ശക്തിയുടെയും സർവ്വ ഐശ്വര്യങ്ങളുടെയും ദൈവമായ ശ്രീ സുബ്രഹ്മണ്യ ഭഗവാന്റെ പവിത്രമായ ജന്മദിനമാണ് വൈകാശി വിശാഖം. പ്രത്യേകിച്ച് തമിഴ് ജനത ഒരു വലിയ ഉത്സവം പോലെയാണ് ഈ ദിനം കൊണ്ടാടുന്നത്. കാരണം അവർ മുരുകൻ്റെ തീവ്ര ഭക്തരാണ്. വൈകാശി മാസം അഥവാ ഇടവമാസത്തിലെ വിശാഖ നക്ഷത്രവും പൗർണമിയും ഒത്തുചേരുന്ന ഈ പുണ്യദിനത്തിലാണ് ഭഗവാൻ ജനിച്ചതെന്ന് പുരാണങ്ങൾ പറയുന്നു. ശിവഭഗവാന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും, അതായത് ജ്ഞാനേന്ദ്രിയമാകുന്ന തൃക്കണ്ണിൽ നിന്നുമാണ് ശ്രീ മുരുകൻ ജനിച്ചതെന്ന് പുരാണങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. സർവജ്ഞാനത്തിൻ്റെ പ്രകാശമായി വന്നതുകൊണ്ട് തൻ്റെ ഭഗവാൻ ജ്ഞാനത്തിൻ്റെയും വിജയത്തിൻ്റെയും രക്ഷകനാണ്. ചിലയിടങ്ങളിൽ ഭഗവാനെ കടുനീല നിറത്തിലാണ് പൂജിക്കാറുള്ളത്. ഈ ഇരുണ്ട നീല നിറം നമ്മുടെ ഹൃദയം എന്ന അഗാധമായ അറിവിലെ ആനന്ദമായ യഥാർത്ഥത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ ജീവിതം സുരക്ഷിതവും സ്ഥിരതയുമുള്ളതുമാകാൻ അടിത്തറ ശക്തമായിരിക്കണം, അല്ലേ? മനുഷ്യ ശരീരത്തിൻ്റെ അടിസ്ഥാനം മൂലധാര ചക്രയാണ്. ശിവപുത്രന്മാരായ ഗണപതി ഭഗവാനും ശ്രീ മുരുകനുമാണ് ഈ മൂലധാര ചക്രയുടെ അധീപന്മാർ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്നവർ ഭഗവാനെ ഭജിച്ചാൽ പെട്ടെന്ന് തന്നെ അതിന് പരിഹാരമുണ്ടാകും. ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ്, എന്നാൽ തെറ്റ് ചെയ്താലോ ഒരിക്കലും പൊറുക്കാത്തവനുമാണ്. സുബ്രഹ്മണ്യ ഭഗവാന്റെ ഏറ്റവും ശക്തിയേറിയ 6 അക്ഷര മന്ത്രമാണ് ശരവണ ഭവ. ഈ മന്ത്രത്തിലെ ഓരോ അക്ഷരത്തിനും പുറകിലും ഒളിഞ്ഞിരിക്കുന്ന വിസ്മയിപ്പിക്കുന്ന ശക്തി എന്താണെന്നറിയാമോ? സുബ്രഹ്മണ്യ ഭഗവാന്റെ ഏറ്റവും ശക്തിയേറിയ 6 അക്ഷര മന്ത്രമാണ് ശരവണഭവ എന്ന് പറഞ്ഞല്ലോ. ശ എന്നാൽ എല്ലാ നന്മകളെയും നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന ആ ഒരു ശക്തി. ര എന്നാൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം വിജയം നൽകുന്ന ശക്തി. വ എന്നാൽ നമ്മുടെ ശരീരത്തിലെ മാറാരോഗങ്ങളെയും ആപത്തുകളെയൊക്കെ ദൂരെ അകറ്റുന്നു. ന എന്നാൽ കുടുംബത്തിലും സുഹൃത്തുക്കളുടെയിലൊക്കെ ബന്ധം ഊഷ്മളമാകുന്നു. ഭ എന്നാൽ നമ്മുടെ വ്യക്തിത്വത്തെ നന്നാക്കുകയും മറ്റുള്ളവർക്ക് നമ്മളോട് ബഹുമാനം തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. വ എന്നാൽ ജീവിതത്തിലെ എല്ലാ തിന്മകളെയും ശത്രുദോഷങ്ങളെയും പൂർണ്ണമായി നശിപ്പിക്കുന്നു. എത്ര ലളിതവും എന്നാൽ എത്ര ശക്തവുമാണ് ഈ 6 അക്ഷരങ്ങൾ, ശരവണ ഭവ എന്നുള്ള 6 അക്ഷരങ്ങൾ, അല്ലേ? സുബ്രഹ്മണ്യ സ്വാമി ഭഗവാൻ ശിവൻ്റെയും പാർവതി ദേവിയുടെയും പുത്രനാണ്. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിൻ്റെയൊക്കെ സ്നേഹത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് ഭഗവാൻ. കൂടാതെ അദ്ദേഹം തൻ്റെ പത്നിമാരായ വള്ളി, ദേവസേന എന്നിവരോടൊപ്പം കുടുംബസമേതനാണ് പലയിടത്തും വിളങ്ങുന്നത്. വൈകാശി വിശാഖം നാളിൽ വീടും പൂജാമുറിയും ശുദ്ധിയാക്കുന്ന പോലെ തന്നെ ഭക്തിയോടെ വ്രതം എടുക്കുമ്പോൾ ഗ്രഹത്തിലെ നെഗറ്റീവ് ഊർജ്ജം മാറി പോസിറ്റീവ് ഊർജ്ജം നിറയുന്നു. ഭഗവാന്റെ 6 അക്ഷരമന്ത്രമായ ശരവണ ഭവയിലെ ന എന്ന അക്ഷരം പരസ്പര ബന്ധങ്ങൾ ഊഷ്മളമാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പിണക്കം മാറ്റാനും അസ്വാരസ്യങ്ങളും മാറ്റി പരസ്പര സ്നേഹവും സമാധാനവും കൊണ്ടുവരുന്നു. മുരുകൻ കേവലം ഒരു യുദ്ധദേവൻ മാത്രമല്ല, ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകം കൂടിയാണ്. ശത്രുക്കളെയും തടസ്സങ്ങളെയും നീക്കുന്ന ഭഗവാൻ സാമ്പത്തിക പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെയും ഇല്ലാതാക്കുന്നു. ബിസിനസ്സിലെ തകർച്ചകൾ, വിട്ടുമാറാത്ത കടബാധ്യതകൾ, ജോലിയിലെ പ്രതിസന്ധികൾ എന്നിവ കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വ്രതം ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഭഗവാന്റെ കയ്യിലെ വേൽ തടസ്സങ്ങളെ ദൂരെ അകറ്റി വിജയത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. ഈ ദിവസം ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ ധനനഷ്ടങ്ങൾ മാറുകയും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുകയും സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയും ചെയ്യും. വിട്ടുമാറാത്ത ശാരീരിക അസുഖങ്ങൾ കൊണ്ടോ മാനസിക വിഷാദം കൊണ്ടോ ബുദ്ധിമുട്ടുന്നവർ വൈകാശി വിശാഖം നാളിൽ ഉപവാസത്തോടെ ഭഗവാനെ ഭജിക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉണർവ് നൽകും. ഭഗവാന്റെ അനുഗ്രഹത്തോടെ രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം, ദീർഘായുസ്സൊക്കെ ആരോഗ്യമൊക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ ജ്യോതിഷപ്രകാരം നമുക്ക് ചൊവ്വാദോഷം, ഗ്രഹത്തിൻ്റെ അധീപനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ. ജാതകത്തിലെ ചൊവ്വാദോഷം ഉള്ളവർക്ക് വിവാഹ തടസ്സം, ദാമ്പത്യ കലഹങ്ങൾ, വീടുപണി തടസ്സപ്പെടൽ എന്നിവയൊക്കെ ഉണ്ടാകുന്നവർക്ക്, ചൊവ്വാദോഷം കാരണം വിവാഹം നീണ്ടുപോകുന്ന യുവാക്കൾക്കും യുവതികൾക്കൊക്കെ ഈ ദിവസം വ്രതമെടുത്ത് മുരുകന് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടോ തെച്ചിമാല അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവ് എന്തെങ്കിലും അഭിഷേകങ്ങൾ കൊണ്ടൊക്കെ വഴിപാടുകളൊക്കെ നടത്തുന്നത് ചൊവ്വാദോഷത്തിൻ്റെ ആ ഒരു തീക്ഷ്ണത കുറയ്ക്കാനായിട്ട് നല്ലതാണ്. ചൊവ്വ ഗ്രഹത്തിൽ നിന്നുള്ള ദോഷഫലങ്ങൾ മാറി അനുകൂല ഫലങ്ങൾ ലഭിക്കാൻ ഈ സുബ്രഹ്മണ്യ ജന്മനാൾ വ്രതമെടുത്താൽ ഉത്തമമായി മാറും. വൈകാശി വിശാഖം നാളിൽ വ്രതമെടുത്താൽ എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുക എന്ന് നിങ്ങൾക്കറിയാമോ? പ്രധാനമായും 4 വലിയ അനുഗ്രഹങ്ങളാണ് ഈ വ്രതത്തിലൂടെ ഭഗവാൻ നമുക്ക് ഓരോന്നായിട്ട് തരുന്നത്. കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകും. പരസ്പരം കലഹിച്ചു കഴിഞ്ഞിരുന്ന കുടുംബങ്ങളിൽ സ്നേഹം തിരിച്ചു കൊണ്ടുവരും. രണ്ടാമതായി, വിട്ടുമാറാത്ത കടബാധ്യതകളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ജീവിതത്തിൽ ഭദ്രത കൈവരും. മൂന്നാമതായിട്ട്, ശരീരത്തിൽ അലട്ടുന്ന മാറാവ്യാധികളിൽ നിന്നും മാനസിക വിഷമങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടൊരു മോചനം ലഭിക്കും.
ഇതിനെല്ലാം പുറമെ വിവാഹ തടസ്സത്തിനും ദാമ്പത്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന ജാതകത്തിലെ കടുത്ത ചൊവ്വാദോഷം മാറാൻ ഈ സുബ്രഹ്മണ്യ ജന്മനാൾ വ്രതം ഒന്നു മാത്രം മതിയാകും. കാരണം ചൊവ്വ ഗ്രഹത്തിൻ്റെ അധീപൻ നമ്മുടെ മുരുകൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് മെയ് 30 പ്രധാന ദിവസമാകുന്നതെന്ന് അറിയാമോ? ജ്യോതിഷപ്രകാരം വൈകാശി വിശാഖം ആഘോഷിക്കുന്നത് വിശാഖ നക്ഷത്രവും പൗർണമിയും ഒത്തുചേരുന്ന ദിവസമാണ്. 2026 ഈ നക്ഷത്രത്തിൻ്റെ സമയക്രമം വരുന്നത് ഇങ്ങനെയാണ്. വിശാഖം നക്ഷത്രം ആരംഭിക്കുന്നത് മെയ് 29 വെള്ളിയാഴ്ച പകൽ 10:38 വിശാഖ നക്ഷത്രം അവസാനിക്കുന്നത് മെയ് 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:20 നക്ഷത്രം വെള്ളിയാഴ്ച പകൽ തുടങ്ങുമെങ്കിലും ശനിയാഴ്ച പുലർച്ചെ സൂര്യോദയ സമയത്ത് വിശാഖം ആയതുകൊണ്ടും മെയ് 30 വ്രതത്തിൻ്റെ പ്രധാന മുഹൂർത്തങ്ങൾ വരുന്നത് എന്തുകൊണ്ടും മെയ് 30 ശനിയാഴ്ചയാണ് വ്രതം അനുഷ്ഠിക്കേണ്ട പ്രധാന ദിവസം. പൂജ ചെയ്യേണ്ട കൃത്യമായ പുണ്യമുഹൂർത്തങ്ങൾ ഈ ദിവസം ഭഗവാനെ ഭജിക്കാൻ നല്ലതാണ്. ഏറ്റവും ഉത്തമമായ 2 സമയങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ഒന്ന് ബ്രഹ്മമുഹൂർത്തം, അതിരാവിലെ സമയം പുലർച്ചെ 4:30 മുതൽ 5:15 വരെയുള്ള ഒരു സമയമാണ്. വ്രതം നോൽക്കുന്നവർ അതിരാവിലെ തന്നെ കുളിച്ച് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് കുളി കഴിഞ്ഞ് ഭഗവാന് ഒരു നെയ്വിളക്കൊക്കെ തെളിയിച്ച് വെക്കുക. ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഏറ്റവും വലിയ പുണ്യം നൽകും. ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് നിറയുന്ന സമയമാണിത്. അതുപോലെ സന്ധ്യാസമയത്ത് വൈകുന്നേര സമയത്ത് 6:15 മുതൽ 7:15 വരെയുള്ള ആ ഒരു സമയം. പിന്നെ അതുപോലെ തന്നെ പകൽ വ്രതം എടുത്തതിന് ശേഷം വൈകുന്നേരം മന്ത്രജപങ്ങളോടെ വ്രതം പൂർത്തിയാക്കാൻ ഈ സമയം ഉപയോഗിക്കാം. പിന്നെ ശനിയാഴ്ച മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ വർഷത്തെ വൈകാശി വിശാഖം ശനിയാഴ്ച വരുന്നു എന്നത് ഭക്തർക്ക് ഇരട്ടി മധുരമാണ്. സുബ്രഹ്മണ്യ ഭഗവാനെ ശനിയാഴ്ചകളിൽ വച്ചിക്കുന്നത് ജാതകത്തിലെ ശനിദോഷങ്ങളുടെ ആ ഒരു കാഠിന്യം കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ദിവസം വ്രതം എടുക്കുന്നത് വഴി ചൊവ്വാദോഷം മാത്രമല്ല ശനിദോഷ ശാന്തിയും ഭക്തർക്ക് കൈവരുന്നു. അപ്പോൾ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ പോലെ തന്നെ ഈ വർഷത്തെ അതായത് 2026 വൈകാശി വിശാഖം വരുന്നത് മെയ് 30 ശനിയാഴ്ചയാണ്. ജ്യോതിഷപരമായിട്ട് ഏറെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണിത്. മെയ് 29 വെള്ളിയാഴ്ച പകൽ 10:38 ആരംഭിക്കുന്ന വിശാഖ നക്ഷത്രം മെയ് 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:20 വരെ ഉണ്ടായിരിക്കും. അതിനാൽ സൂര്യോദയ സ്പർശമുള്ള ശനിയാഴ്ചയാണ് നാം വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഈ ദിവസം നിങ്ങൾ പൂജകൾ ചെയ്യേണ്ട കൃത്യമായ സമയങ്ങൾ പ്രത്യേകം കുറിച്ചു വയ്ക്കുക. അതിരാവിലെ അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ അതായത് പുലർച്ചെ 6:30 5:15 പുലർച്ചെ 4:30 5:15 വരെയുള്ള സമയം പ്രാർത്ഥനകൾക്ക് അതീവ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ആ കൃത്യമായ സമയത്ത് തന്നെ നിങ്ങൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അതുപോലെ വൈകുന്നേരം സന്ധ്യാസമയത്ത് 6:15 മുതൽ 7:15 വരെയുള്ള സമയത്തും ഭഗവാന് മുന്നിൽ ദീപം തെളിയിച്ച് ശരവണ മന്ത്രങ്ങൾ ജപിക്കാൻ മറക്കരുത്. ശനിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ മുരുകനെ വ്രതത്തോടെ ഭജിക്കുമ്പോൾ ചൊവ്വാദോഷങ്ങളോടൊപ്പം നമ്മുടെ ജാതകത്തിലെ ശനിദോഷങ്ങൾ കൂടി അകന്നു പോകും. അപ്പോൾ എന്തൊരു വലിയ നമ്മുടെ ശനിദോഷങ്ങളായി കാരണം നമുക്ക് കുറേ ചൊവ്വാദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഏറ്റവും നല്ലൊരു ദിവസമാണ് ഈ വർഷത്തെ വൈകാശി വിശാഖം. മറക്കാതെ നിങ്ങൾ അനുഷ്ഠിക്കാൻ നോക്കുക. അറിവിൻ്റെയും സമ്പത്തിൻ്റെയും ധൈര്യത്തിൻ്റെയൊക്കെ ദൈവമായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹവും കാരുണ്യവും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്.